രാമ ഒരു കാര്യം അടിക്കുന്നു സ്ട്രോങ് ആയിട്ട്. ഓ എന്തായിരുന്നു കോയ വൈകുന്നേരം എന്റെ വീടിന്റെ മുമ്പിൽ ഒരു കശപിശ? പെണ്ണ് കേസ് തന്നെ. ആ ടീച്ചറിനും വേണ്ടിട്ട് രണ്ട് ബലാലുകളും കൂടെ പെരുവയിലും ബൈക്കും വെക്കാണു. ഓളുടെ പോക്കും അത്ര നന്നല്ല കേക്കണേ. ഞമ്മള് കണ്ടിരിക്കണെന്ന് പഠിപ്പിക്കാന്നും പറഞ്ഞ് ടൗണിൽ പോയാ ഓള് ചുറ്റിയടിക്കുന്നത് മുഴുവനും ആ ഓഫീസറിന്റെ കൂടെ തന്നെയാ. എടോ കോയെ, ഇവന്റെ അടുത്താ പറഞ്ഞേ നീ നാളെ നേരം വെളുക്കുമ്പോഴത്തേക്ക് ഇത് നാട്ടില് മുഴുവനും പാട്ടാവും. നാട്ടില് നാലാളുടെ ഇടയില് പുകഞ്ഞു പോഞ്ഞ് ചൂരിവിടെ എത്തി. തീയില്ലാണ്ട് പുകയുണ്ടാവില്ല എന്നൊരു ചൊല്ലുണ്ടല്ലോ. നിക്ക് ഞാൻ പറഞ്ഞു തീർക്കട്ടെ. എന്നോടോ ഉണ്ണിയോടോ ഉള്ള വിശ്വാസത്തില് നീ മായം ചേർക്കുന്ന ലെവലേഷൻ സംശയം ഉണ്ടായിട്ടില്ല മോളെ ഞാനീ പറയണത്. എന്നാലും ഈ കേട്ടത്തില് ഒരു കഴഞ്ചോടങ്ങുന്ന സത്യമുണ്ടെങ്കിൽ എനിക്ക് സന്തോഷ. ഒളിച്ചും പതുങ്ങിയിട്ടും അല്ലാതെ നാലാളുടെ മധ്യത്തിൽ കെങ്കേമമായിട്ട് ഈ അമ്മാവനെ നടത്തിത്തരാം. എങ്ങനെ അമ്മാവനിങ്ങനെ ചിന്തിക്കാനെങ്കിലും കഴിഞ്ഞത്? എന്റെ ഉണ്ണിയെ ഇരുത്തിയ സ്ഥാനത്ത് വേറൊരാളെ ഞാൻ ഇരുത്തുന്നു. എങ്ങനെ അമ്മാവൻ തോന്നിപ്പോയത്? ഈ കുടുംബത്തിലല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലായാലും നീ ഗ്രഹലക്ഷ്മിയായിട്ട് വിളങ്ങുന്ന കാണാനുള്ള ആശ കൊണ്ട് എനിക്കങ്ങനെ അബദ്ധം പറ്റിപ്പോയതാ. ഈ തൊട്ടിരിക്കുന്നത് മോളുടെ കയ്യിലല്ല കാലിലാന്ന് കരുതിയിട്ട് നീ എനിക്ക് മാപ്പ് തരണം മോളെ. വണ്ടി വീടിന്റെ മുന്നിലുണ്ടായ സംഗതി കളത്തിലാവും. അത് ശരിയാ. ഒരു കാര്യം ചെയ്യ്, വണ്ടി ഇവിടെ ഇരുന്നോട്ടെ, അങ്ങോട്ട് വെക്കാം. ഇവിടെ വെച്ചോ. ടീച്ചർ, അവരെല്ലാരും ഇടുക്കിക്ക് പോയിരിക്കുക. തോമസിന്റെ വല്യമ്മ മരിച്ചു എന്ന് ഇപ്പോ 3 മണി ആയപ്പോഴാ ടെലിഗ്രാം വന്നത്. ഇനിയിപ്പോ ഒരു 2 ദിവസം കഴിഞ്ഞ് നോക്കിയാൽ മതി. എന്നാ ഞാൻ വരട്ടെ? നിൽക്കൂ, ഞാൻ കൂടെ വരാം. അവിടെ വരെ. കുറച്ചു ദിവസമായിട്ട് ഞാൻ ടീച്ചറുടെ വഴിക്ക് വന്നില്ല. മനഃപൂർവ്വ ആളുകളെ കൊണ്ട് ഇനി അതും ഇതൊക്കെ പറയിപ്പിക്കണ്ടല്ലോ എന്ന് വെച്ചിട്ടാ. അതുകൊണ്ട് ആളുകൾ പറയണത് നിർത്തും തോന്നുന്നുണ്ടോ? അല്ല, അതും ശരിയാ. മാത്രല്ല, ഈ പറഞ്ഞ കുറച്ചു ദിവസത്തിനിടയ്ക്ക് ഒരു കാര്യം കൂടെ എനിക്ക് മനസ്സിലായി. എന്റെ ജീവിതത്തിൽ ടീച്ചർ ഇപ്പോ ഒരു മസ്റ്റായിരിക്കുന്നു എന്ന്. അല്ല, വേറെ ഏത് വിധത്തിലും അല്ല, ഇപ്പോഴുള്ള നമ്മുടെ ഈ അണ്ടർസ്റ്റാൻഡിങ് തന്നെ. ഈ കാണാണ്ടിരിക്കാന്നുള്ള ഏർപ്പാട് ഇനി എന്നെ കൊണ്ടാവും തോന്നില്ല ടീച്ചർ. അല്ലാണ്ടൊരു തീരുമാനം ടീച്ചർ എടുക്കല്ലേ? വന്നുണ്ടോളൂ രണ്ടുപേരും. ഇളയമേ ഇരുന്നോളൂ. നിങ്ങൾ കഴിക്കേ, ഞാൻ എന്നിട്ടുണ്ടോളാം. അമ്മ എനിക്കൊരു പപ്പടം കൂടെ. ആ, ഉള്ളത് മുഴുവൻ കഴിഞ്ഞോ? ഇനി ഇല്ല പപ്പടം. നിനക്ക് കുറച്ച് ചോറൂടെ ഇട്ടെ? വേണ്ട.
ഒച്ചയും ബഹളം ഉണ്ടാക്കിക്കൊണ്ടൊന്നും കാര്യമില്ല. അടങ്ങിയിരിക്കുന്ന എനിക്ക് നല്ലത്. ഛീ, നാണം കിട്ടവനെ കിടക്കണ പുറത്ത്. എന്നെ കൊണ്ട് ഈ നാണം കെട്ട പണി വെച്ച നീ തന്നെയാ. ഇളമേ, ഇളമേ, ഇളമേ. രഘുടാ, ഇളമേ. ഇറക്കി വിടണ അവളെ. ആരെ? ഓ, ഒന്നും അറിയാത്തൊരു പച്ച പാവം. മര്യാദക്ക് ഇറക്കി വിടുന്ന നിനക്ക് നല്ലത്. ആരെയാ? ആരുടെ കാര്യമാണ് നിങ്ങൾ ഈ പറയുന്നത്? ഇറക്കി വിടറ. അയ്യോ, ഇവിടെ ആരും ഇല്ല. വേണേ കയറി നോക്കിക്കോളൂ. ദാ. ഈ ഭാഗത്തോട്ട് അങ്ങോട്ട് പോയിക്കോ, അവിടെ മുറ്റത്തിറങ്ങി നോക്കും. ബാക്കിലുള്ള പുറയിലുള്ള മുറ്റത്തോ. ഇറങ്ങി വാടി ഇവിടെ. നാട്ടിൽ വീട്ടിൽ ചിറ്റപ്പനുണ്ടാക്കി ഇറങ്ങി തിരിച്ചിരിക്കുന്നു ഓരോ ജന്തുക്കളല്ല. ഞാൻ കാണിച്ചു തരാം. വിടാം. ചവിട്ടവന്റെ നോക്കി. കുടുംബത്തിൽ പറഞ്ഞ പെമ്പിള്ളേരെ പിഴപ്പിക്കാറിങ്ങോടാ നാറി. എല്ലാരും പോലെ നിക്കടി അവിടെ. ഇതിൽ പോരെ ഒരു അപമാനം. ഇങ്ങനൊന്നില്ല, ചത്തുപോയിന്ന് കരുതിക്കോളാം. പോ, ഏത് നരകത്തിലാന്ന് വെച്ചാ പോയി തൊലേ. ഈ പഠിക്കാത്ത നീ കയറി പോരുത്. അമ്മേ, വാതില് തുറക്ക്, വാതില് തുറക്ക്. അമ്മേ, അമ്മേ, വാതില് തുറക്ക്.
ഗോപാ പറയുന്നത് കേൾക്ക്. ഇത്രയും കുടിച്ചിട്ട് ഇനിയിപ്പൊ ഇന്ന് പോണ്ട. നീ പോടാ. ഗോവനാ കുടിച്ചത്. ഗോവന്റെ വണ്ടി കുടിച്ചിട്ടില്ല. വണ്ടിക്ക് അറിയാം പോകാനുള്ള വഴി. മനസ്സിലായോടാ ലക്ഷ്മണ? ഒക്കെ അറിഞ്ഞു. മുമ്പ് അങ്ങനെ ഒരു സ്തുതി ഉണ്ടായപ്പോ ഞാനായിട്ട് ഉപദേശിച്ച നിന്നെ. അന്ന് കണ്ണീരും കൈയായിട്ട് മറുത്തോളോ നീ. വെളിച്ചത്ത് മറുത്ത മനസ്സില് ഇരുട്ടത്താശ കെടുത്തിടാന്നുമല്ല. എന്നാലും മറിച്ചൊന്നിനിറങ്ങുമ്പോ എന്റെ മോന്റെ പേരാൽ ചുറ്റിരിക്കുന്ന ഈ വെളുത്ത ചുരുട്ടി അടുപ്പിൽ വന്നിട്ട് പോരായിരുന്നോ നിനക്കത്? എന്നാലും മറിച്ചൊന്നിനിറങ്ങുമ്പോ എന്റെ മോന്റെ പേരാൽ ചുറ്റിരിക്കുന്ന ഈ വെളുത്ത ചുരുട്ടി അടുപ്പിലെറിഞ്ഞിട്ട് പോരായിരുന്നു നിനക്ക്? എനിക്ക് മാപ്പ് തരണം. അത്ര എനിക്ക് പറയാനുള്ളൂ. സുഗത, ഞാനിപ്പോഴാ വന്നത്. കാര്യങ്ങളെല്ലാം അറിഞ്ഞു. ഞാൻ നീ വരാൻ വേണ്ടി കാത്തിരിക്കായിരുന്നു. കണ്ട് യാത്ര തുടങ്ങിട്ട് പോവാൻ. ഒരു പ്രാവശ്യം താൻ ഇറങ്ങി തിരിച്ചപ്പോ ഞാനാ തന്നെ തടഞ്ഞത്. അവസാനം ഇങ്ങനൊക്കെയായി. ഇനി ഞാൻ എന്തും പറഞ്ഞാ തന്നെ പിടിച്ചേർന്നത്? തന്റെ ഇഷ്ടം. രാവിലെ ആ ചെക്കൻ ചെന്ന് കഥ തുറന്നപ്പോഴാ അറിയണത്. എന്നാലും അവൾ ഇങ്ങനെ ഒരു കടുങ്കൈ ചെയ്തല്ലോ. നാട്ടിലും വീട്ടിലും അതിനൊരു സൗകര്യണ്ടായ പിന്നെന്താ ചെയ്യാ? അതിന്റെ ഒരു വിധി.